മാന്നാർ പരുമല ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സെമിനാറും അവാർഡ് ജേതാക്കളെ അനുമോദിക്കലും നടന്നു. മാത്യു ടി തോമസ് എം.എൽ.എ. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാന്നാർ പരുമല ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് സെമിനാറും അവാർഡ് ജേതാക്കളെ അനുമോദിക്കലും സംഘടിപ്പിച്ചത്. വായനശാല ഹാളിൽ നടന്ന സമ്മേളനം മാത്യു ടി തോമസ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ അഥവാ ഭാരത് എന്ന വിഷയം കൈകാര്യം ചെയ്യുമെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ചെറിയ ചിന്തകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അവസരം ഉപയോഗിക്കാൻ ഒരു ഫാസിസത്തിന്റെ വക്കീലാണ് രാജ്യം. വക്കീലല്ല, ഫാസിസം വളരെ ശക്തമായി അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നേരത്തെ ഫാസിസം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. 1970-കളിൽ രൂപപ്പെട്ട ഒരു കുടുംബാധിപത്യത്തിന്റെ തുടർച്ചയായി നാടൊട്ടുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആഭ്യന്തരാവസ്ഥയുടെ മറവിൽ നിസ്സ തടവുകാരായി എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലടക്കി പൗരസ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുകയും പത്രവാർത്തകൾക്ക് ശക്തമായ സെൻസറിങ് ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു കാലഘട്ടം 50 കൊല്ലങ്ങൾക്ക് മുമ്പ് രാജ്യത്തുണ്ടായി. 50 കൊല്ലം പിന്നണിയാണ്. ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ എ. ലോപ്പസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് P.K. പീതാംബരൻ, മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം നേടിയ ജിസ് ഡൊമിനിക്, ജാൻസി മറിയം, യോഹന്നാൻ എന്നിവരെ എം.എൽ.എയും പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിജിആർ പണിക്കർ എന്നിവർ ചേർന്ന് ആദരിച്ചു. ഇന്ത്യ അഥവാ ഭാരത് എന്ന സെമിനാറിൽ പുകസ സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ K.A. സുധാകരക്കുറുപ്പ് വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി, അഡ്വക്കേറ്റ് T.K. സുരേഷ് കുമാർ, ഡൊമിനിക് ജോസഫ്, ശ്രീരേഖ ജി നായർ, ലിസമ്മ വർഗീസ്, E.G. ഹരികുമാർ, C.K. ഗോപി, O.C. രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.